ഇന്നൊരു ചക്ക ദിവസമാണ്. ഇതെന്റെ അമ്മായിയമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ് ചക്ക അരിഞ്ഞുണക്കിയത്. ഇതാവുമ്പോ പണി എളുപ്പമാണ്. ചക്ക വേവിക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല കുതിർന്ന് കിട്ടും. ചക്കയ്ക്ക് നല്ല കോമ്പിനേഷനാണ് നല്ല പുളിയുള്ള മാങ്ങാ ചമ്മന്തി. ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന മാങ്ങ വെച്ച് ഒരു കടുമാങ്ങ അച്ചാറ് സെറ്റാക്കി. അച്ചാർ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, കാരണം എന്റെ കെട്ടിയോൻ അച്ചാർ കണ്ടാൽ ചോറ് വാരി തിന്നുന്നത് പോലെയാണ് അച്ചാർ കഴിക്കുന്നത്. കുതിർത്ത് വെച്ച ചക്ക കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. നല്ല ഫ്രഷ് ചക്ക പോലെ തന്നെയുള്ള ടേസ്റ്റ്. അങ്ങനെ വെള്ളത്തിൽ കുതിർത്തെടുത്ത ചക്ക അരപ്പൊക്കെ ചേർത്ത് കുഴച്ചപ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ നാട്ടിൽ വെക്കുന്ന അതേ ചക്ക വേവിച്ചത്. കാന്താരിയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തത് കൊണ്ടാവാം ആ മണം അടിച്ചപ്പോൾ തന്നെ നാടിനെ മിസ് ചെയ്യുന്നത് പോലൊരു തോന്നൽ. സാധാരണ ഉണക്കക്കപ്പ വേവിക്കുമ്പോഴുള്ള തിക്നെസ് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്, ബട്ട് ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇത്ര പെർഫെക്റ്റ് ആകുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ നിമിഷം. മാത്രമല്ല, ചക്ക കൊടുത്തു വിട്ടപ്പോൾ മുതൽ അമ്മായച്ചൻ്റെയും അമ്മായിയമ്മയുടെയും ഡെയിലി ചക്ക വേവിക്കൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ്സും ഉണ്ടായിരുന്നു. മീൻകറി ഞാൻ ഇന്നലെ വെച്ചു. മുരിങ്ങയിലത്തോരൻ ഞാൻ മിക്കപ്പോഴും വെക്കാറുണ്ട്. ആ മീൻകറിയും മുരിങ്ങയിലത്തോരനും കടുമാങ്ങയും മാങ്ങാ ചമ്മന്തിയും ചക്കയും കൂടെ ഒരു തവി മോരും കൂടെ ഒഴിച്ചൊരു പിടി പിടിച്ചാൽ എൻ്റെ പൊന്നോ. ഇങ്ങനെ നാട്ടിൽ നിന്നുള്ള സാധനം കിട്ടുമ്പോൾ ഇവിടെ ഉള്ളവരെല്ലാരും കൂടി ഒത്തുകൂടി ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. ചക്ക എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ അജ്മാനിൽ നിന്ന് വന്ന് ചക്ക വെച്ച പാത്രം ഉൾപ്പെടെ വടിച്ചു തീർക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്.